കോൺഗ്രസിനോടുള്ള കുത്തിത്തിരിപ്പ് ചോദ്യം അത് അങ്ങോട്ട് ചോദിക്കാറില്ലല്ലോ. പിണറായി വിജയനോട് ചേട്ടൻ ചോദിക്കാറില്ലല്ലോ ഇങ്ങനത്തെ ഒരു. പിന്നെ ചോദിക്കാനേ പിന്നെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. പ്രകാശന ചടങ്ങിലെ ക്യാബിനറ്റ് കമ്മിറ്റി ചെയർമാൻ കണ്ടില്ലല്ലോ. പക്ഷേ എല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ വേറെ കുത്തിത്തിരിപ്പായിട്ട് രാവിലെ ഇറക്കിയിരിക്കുകയാണ്. വെറുതെ അതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പരിപാടിയിൽ ആരൊക്കെ ഉണ്ടാവണമെന്ന്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. അവിടെ ഞാനുണ്ടായിരുന്നു, തെലങ്കാന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഈ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനും അംഗങ്ങളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം എല്ലാവരും ഓരോ സ്ഥലത്തല്ലേ, ഓരോ സ്ഥലത്ത് പരിപാടിയിലല്ലേ. നല്ല കുത്തിത്തിരിപ്പാണല്ലോ രാവിലെ. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. വേറൊന്നുമില്ലേ ബോർ കുത്തിത്തിരിപ്പ്. ഇലക്ഷന്റെ അവസാനമായി കുത്തിത്തിരിപ്പ് ചോദ്യമാണത്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എണ്ണ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഓരോ ഫംഗ്ഷനിലും ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പിണറായി വിജയനുള്ള പരിപാടിയിൽ എല്ലായിടത്തും എം പി ഗോവിന്ദനുണ്ടായിരുന്ന അയാൾ അവിടെ നിനക്ക് നടന്നോട്ടെ. കുട്ടിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ടി പി രാമകൃഷ്ണൻ ഉണ്ടായിരുന്നോ? ടി പി രാമകൃഷ്ണൻ എം പി ഗോവിന്ദനും പിണറായി വിജയനും കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അപ്പൊ വെറുതെ ഇത് കോൺഗ്രസിനോടുള്ള കുത്തിത്തിരിപ്പ് ചോദ്യം അത് അങ്ങോട്ട് ചോദിക്കാറില്ലല്ലോ. പിണറായി വിജയനോട് ചേട്ടൻ ചോദിക്കാറില്ലല്ലോ ഇങ്ങനത്തെ ഒരു. പിന്നെ ചോദിക്കാനേ പിന്നെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അയ്യോ